ശബരിമലയിലെ സുനിൽ സ്വാമിയുടെ ഇടപെടലുകളിൽ ദുരൂഹത. പൂജാ സാധനങ്ങൾ സൗജന്യമായി നൽകുന്ന സുനിൽ സ്വാമി ദേവസ്വം ബോർഡിന് ഇന്നോവ കാർ വാങ്ങി നൽകിയതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 15 വർഷം മുൻപ് ദേവസ്വം സെക്രട്ടറിയുടെ പേരിൽ കാർ വാങ്ങി നൽകിയെന്നാണ് മൊഴി. ശബരിമലയിൽ പ്രത്യേക പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച വ്യക്തിയാണ് സുനിൽ സ്വാമി. ഗോകുൽ രമേശ് ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, ഈ സുനിൽ സ്വാമിയുടെ പല ഇടപാടുകളിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവസ്വം ബോർഡിന് ഇന്നോവ കാർ വാങ്ങി നൽകിയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ വരുന്നത് കൂടിയാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ശബരിമലയിൽ പൂജാ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടത്തുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭക്തർ ഉൾപ്പെടെ സുനിൽ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ സൗജന്യമായിട്ട് നൽകുന്ന പൂജാദ്രവ്യങ്ങൾ അത് വാങ്ങിച്ചതിന് ശേഷം അവയുടെ വില ദേവസ്വം ഉദ്യോഗസ്ഥർ ചേർന്ന് എഴുതിയെടുത്ത് പണം തട്ടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് സുനിൽ സ്വാമി എന്ന് പറയുന്ന വ്യവസായിയുടെ മൊഴി കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയത്. ഈ മൊഴിയിലാണ് ദേവസ്വം ബോർഡിന് സൗജന്യമായിട്ട് ഇന്നോവ കാർ താൻ വാങ്ങി നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി സുനിൽ സ്വാമിയെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പാണ് ദേവസ്വം സെക്രട്ടറിയുടെ പേരിൽ ഒരു ഇന്നോവ കാർ ദേവസ്വം ബോർഡിന് താൻ സൗജന്യമായിട്ട് വാങ്ങി നൽകിയത് എന്ന് സുനിൽ സ്വാമി പറയുന്നു. ആ കാർ ഇപ്പോഴും ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നും അയാളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ 30 വർഷമായിട്ട് ശബരിമലയിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പൂജാ സാധനങ്ങളും, അത് സന്നിധാനത്ത് അയ്യപ്പന്റെ നടയിലേക്ക് മാത്രമല്ല സമീപത്തുള്ള മറ്റ് പ്രതിഷ്ഠകളുടെ നടയിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പൂജാ സാധനങ്ങളും താൻ തന്നെയാണ് സൗജന്യമായിട്ട് ശബരിമലയിലേക്ക് എത്തിച്ചു നൽകുന്നത്. അത് കഴിഞ്ഞ 30 വർഷമായിട്ട് താനത് നൽകുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള മൊഴിയും സുനിൽ സ്വാമിയുടെ ഭാഗത്ത് നിന്ന് വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 30 വർഷമായിട്ട് അവിടെയുള്ള പൂജാ സാധന സാമഗ്രികളൊക്കെ തന്നെ സമർപ്പിക്കുന്നത് ഈ സുനിൽ സ്വാമിയാണ്. പക്ഷേ ആ പല വസ്തുക്കളുടെയും വില ഉദ്യോഗസ്ഥർ ചേർന്ന് എഴുതിയെടുക്കുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സുനിൽ സ്വാമിയുടെ മാത്രമല്ല മറ്റ് പല ഭക്തരും ഈ രീതിയിൽ സൗജന്യമായിട്ട് സമർപ്പിക്കുന്ന വഴിപാട് സാധനങ്ങളുടെ വില ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എത്ര കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.